ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. നമ്മുടെ 30-30 ചാലഞ്ചിൽ നമ്മൾ ഇന്ന് ഡേ 19 നമ്മളിന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 19 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, GK ക്വസ്റ്റ്യൻസ് ഡേ 19. ഇന്നും നമുക്ക് എപ്പോഴും ഉള്ള പോലെ തന്നെ 30 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇന്നും ഉള്ളത്. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കൂ. കൂടെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം GK ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ അവർക്കും കൂടെ ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുമായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ GK ക്വസ്റ്റ്യൻസ് ഡേ 19 ഏതൊക്കെയാണ് ആ 30 GK ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മീഥെയ്ൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം. മീഥെയ്ൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏത് രാജ്യമാണ് മീഥെയ്ൻ ഇന്ധനം ഉപയോഗിച്ച് ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം? ചൈനയാണ്. മീഥെയ്ൻ ഇന്ധനം ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തിടെ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷ. അടുത്തിടെ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷ ഏത് എന്നാണ് ചോദ്യം. ഏത് ഭാഷയാണ്? കുയി ഭാഷയാണ് അടുത്തിടെ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയത്. കുയി ഭാഷ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, പൊതുഗതാഗതം മാത്രം ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലോകത്തിലെ 7 അത്ഭുതങ്ങളും സന്ദർശിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? മാങ്ഡി ഈസ ആണ് പൊതുഗതാഗതം മാത്രം ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലോകത്തിലെ 7 അത്ഭുതങ്ങളും സന്ദർശിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? മാഗ്ഡി ഈസ ആണ് പൊതുഗതാഗതം മാത്രം ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലോകത്തിലെ 7 അത്ഭുതങ്ങളും സന്ദർശിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ വ്യക്തി. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫ്രാൻസിൻ്റെ പരമോന്നത പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം. ഫ്രാൻസിൻ്റെ പരമോന്നത പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? നരേന്ദ്രമോദിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഫ്രാൻസിൻ്റെ പരമോന്നത പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? അബ്ദുള്ള അബൂബക്കർ ആണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി. അബ്ദുള്ള അബൂബക്കർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, പാമ്പിൻ വിഷം രാസപരമായി എന്താണ്? പാമ്പിൻ വിഷം രാസപരമായി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? മാംസ്യം ആണ്. പാമ്പിൻ വിഷം രാസപരമായി എന്താണ്? മാംസ്യം ആണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള വനമേഖല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകൾ ഉള്ള വനമേഖല ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏത് മേഖലയാണ്? പെരിയാർ വനമേഖലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള വനമേഖല. പെരിയാർ വനമേഖല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയ്ത്ത് ക്വസ്റ്റ്യൻ, കണ്ണൂരിലെ അഴീക്കലിലുള്ള സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡിൽ എത്തിയ ആദ്യ അന്തർവാഹിനിയുടെ പേര്.
ഏത് അന്തർവാഹിനിയാണ് കണ്ണൂരിലെ അഴീക്കലിൽ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡിൽ എത്തിയ ആദ്യ അന്തർവാഹിനി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? INS സിന്ധുധ്വജ് ആണ് കണ്ണൂരിലെ അഴീക്കലിൽ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡിൽ സിൽക്കിൽ എത്തിയ ആദ്യ അന്തർവാഹിനി. ഓക്കെ, INS സിന്ധുധ്വജ്. 9th ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ലിസയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക. ആരായിരുന്നു? ലിസ എന്ന റോബോട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക. 10th ക്വസ്റ്റ്യൻ നോക്കാം. 2023 ഓസ്കാർ പുരസ്കാര വേദിയിൽ അവതാരകരിൽ ഒരാളായ ഇന്ത്യൻ ബോളിവുഡ് താരം ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? 2023 ഓസ്കാർ പുരസ്കാര വേദിയിൽ അവതാരകരിൽ ഒരാളായ ഇന്ത്യൻ ബോളിവുഡ് താരം ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ദീപിക പദുക്കോൺ ആണ് 2023 ഓസ്കാർ പുരസ്കാര വേദിയിൽ അവതാരകരിൽ ഒരാളായ ഇന്ത്യൻ ബോളിവുഡ് താരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11th വൺ, കൃഷ്ണഗാഥ രചിച്ചത് ആര്? കൃഷ്ണഗാഥ രചിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? കൃഷ്ണഗാഥ ആരുടെയാണ്? ചെറുശ്ശേരിയുടെയാണ് കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ രചിച്ചത് ആര്? ചെറുശ്ശേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമേരിക്കയിലെ ടെന്നീസ് സ്റ്റേജിൽ 43,000 അടി ഉയരത്തിൽ വിമാനത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ മലയാളി ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ജിതിൻ വിജയനാണ് അമേരിക്കയിലെ ടെന്നസി സ്റ്റേജിൽ 43,000 അടി ഉയരത്തിൽ വിമാനത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ മലയാളി. ആരാണ്? ജിതിൻ വിജയൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ, രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ നിറം. രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ നിറം ഏതാണ്? വെള്ളയാണ് രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ നിറം. കേരളത്തിൽ നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട സ്ഥലം. 14th ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട സ്ഥലം ഏതാണ്? ചിന്നാറാണ്. കേരളത്തിൽ നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട സ്ഥലം ചിന്നാർ ആണ്. 15th ക്വസ്റ്റ്യൻ, ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയെ അടിസ്ഥാനമാക്കി രാജാ രവിവർമ്മ രചിച്ച ചിത്രം ഏതാണ്? ഹംസവും ദമയന്തിയും എന്നുള്ള ചിത്രമാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയെ ആസ്പദമാക്കി രാജാ രവിവർമ്മ വരച്ച ചിത്രം ഏതാണ്? ഹംസവും ദമയന്തിയും എന്നുള്ള ചിത്രമാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയെ അടിസ്ഥാനമാക്കി രാജാ രവിവർമ്മ വരച്ചത്. ഹംസവും ദമയന്തിയും. ഓക്കെ, നെക്സ്റ്റ് 15 ക്വസ്റ്റ്യൻസ്. ഈ 15 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16th വൺ, 24 മണിക്കൂറിനുള്ളിൽ ഒരു സംഘം കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച വിഭാഗത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചത് ഇന്ത്യയിലെ ഏത് നഗരമാണ്? 24 മണിക്കൂറിനുള്ളിൽ ഒരു സംഘം കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച വിഭാഗത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചത് ഇന്ത്യയിലെ ഏത് നഗരമാണ്? ഇൻഡോർ ആണ് 24 മണിക്കൂറിനുള്ളിൽ ഒരു സംഘം കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച വിഭാഗത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചത്. ഏത് നഗരമാണ്? ഇൻഡോർ നഗരമാണ്. ഓക്കെ, 17th ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം. കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാടാണ് കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം. കുട്ടനാടാണ് കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം. 18th ക്വസ്റ്റ്യൻ, അഗ്രികൾച്ചർ ലീഡർഷിപ്പ് അവാർഡ് 2024 ബെസ്റ്റ് സ്റ്റേജിൽ ഹോർട്ടിക്കൾച്ചർ അവാർഡ് 2024 നേടിയ സംസ്ഥാനം ഏത്? നാഗാലാൻഡ് ആണ് അഗ്രികൾച്ചർ ലീഡർഷിപ്പ് അവാർഡ് 2024 ബെസ്റ്റ് സ്റ്റേജിൽ ഹോർട്ടിക്കൾച്ചർ അവാർഡ് 2024 നേടിയ സംസ്ഥാനം ഏത്? നാഗാലാൻഡ് ആണ്. 19th ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാനപത്രം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ബോംബെ സമാചാർ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാനപത്രം. ബോംബെ സമാചാർ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20th വൺ, കേരളത്തിൽ സ്ത്രീ ശാക്തീകരണ രംഗത്തെ മികവിന് വനിതകൾക്ക് നൽകുന്ന പുരസ്കാരം ഏത്? ഏത് പുരസ്കാരമാണ് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ രംഗത്തെ മികവിന് വനിതകൾക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ്? ദാക്ഷായണി വേലായുധൻ അവാർഡ്.
ദാക്ഷായണി വേലായുധൻ അവാർഡാണ് കേരളത്തിൽ സ്ത്രീ ശാക്തീകരണ രംഗത്തെ മികവിന് സ്ത്രീകൾക്ക് നൽകുന്ന പുരസ്കാരം. ഏതാണ്? ദാക്ഷായണി വേലായുധൻ അവാർഡാണ് കൊടുക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. 22nd വൺ, ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കാവേരിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി. കാവേരിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി. 23ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ തനതായ നൃത്തം. കേരളത്തിൻ്റെ തനതായ നൃത്തം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം. കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടം ആണ്. 24th ക്വസ്റ്റ്യൻ, പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം. പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം ആരുടെയായിരുന്നു? മഗധ സാമ്രാജ്യമാണ് പുരാതന ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം. മഗധ സാമ്രാജ്യമാണ് പുരാതന ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25th വൺ, മലബാർ മാനുവൽ രചിച്ചത് ആര്? മലബാർ മാനുവൽ രചിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? വില്യം ലോഗൻ ആണ് മലബാർ മാനുവൽ രചിച്ചത്. 25th ക്വസ്റ്റ്യൻ, മലബാർ മാനുവൽ രചിച്ചത് ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ആരാണ്? വില്യം ലോഗൻ ആണ് മലബാർ മാനുവൽ രചിച്ചത്. 26th ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. അതായത് ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ബോൺ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഫീമർ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. അതേപോലെ തന്നെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ചെറിയ അസ്ഥി, ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ബോൺ ഏതാണ്? സ്റ്റെപ്പീസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. ലാർജസ്റ്റ് ബോണും പറഞ്ഞു, സ്മോളസ്റ്റ് ബോണും പറഞ്ഞു. ലാർജസ്റ്റ് ബോൺ ഫീമർ ആണ്. സ്മോളസ്റ്റ് ബോൺ സ്റ്റെപ്പീസ് ആണ്. ലാർജസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി ഫീമർ ആണ്. സ്മോളസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ്? സ്റ്റെപ്പീസ് ആണ് സ്മോളസ്റ്റ് ബോൺ. 28th ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ ടോട്ടൽ എത്ര ബോൺസ് ഉണ്ട് ഹ്യൂമൻ ബോഡിയിൽ എന്നുള്ളതാണ് ചോദ്യം. എത്ര ബോൺസ് ആണ്? 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ആകെ ഉള്ളത്. 206. 29th ക്വസ്റ്റ്യൻ, ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കല ഏതാണ്? അസ്ഥിയാണ് ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കല. അസ്ഥിയാണ് ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കല എന്നറിയപ്പെടുന്നത് ഏതാണ്? അസ്ഥിയാണ്. ലാസ്റ്റ് ആൻഡ് അവർ 30th ക്വസ്റ്റ്യൻ ഈസ്, അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ബോൺസിലുള്ള ലോഹമൂലകം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കാൽഷ്യം ആണ് അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം. ഏതാണ്? കാൽഷ്യം ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 19ലെ 30 ക്വസ്റ്റ്യൻസ് ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ അടുത്തൊരു 30 GK ക്വസ്റ്റ്യൻസുമായിട്ട് ഡേ 20 അല്ലേ, ഡേ 20 നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.